ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുക്കിംഗ് അറ്റ് മേഫ്ലവറിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ഈ അടുത്തിട്ട മാങ്ങാച്ചാറ്, ഗോതമ്പ് ദോശയൊക്കെ ഒത്തിരി പേര് കണ്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് എല്ലാവർക്കും പ്രത്യേകം ഞാൻ താങ്ക്സ് പറയുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പഴമാങ്ങ പുളിശ്ശേരിയുടെയാണ്. നമുക്ക് ഈ വിഷുവിനൊക്കെ ചേർക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. ഞാൻ ഇതിനു മുമ്പ് പൈനാപ്പിൾ പുളിശ്ശേരി, കുമ്പളങ്ങ പുളിശ്ശേരി, പഴം പുളിശ്ശേരി, അങ്ങനെ കുറേ പുളിശ്ശേരിയുടെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടു നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ല. ഇനി നമുക്ക് ഈ പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ചെറിയ സൈസിലുള്ള നല്ല പഴുത്ത മാങ്ങയാണ്. ഇതിൻ്റെ പുറമെല്ലാം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി ഒരു കത്തിയോ കൈയോ കൊണ്ട് ഇതിൻ്റെ പുറംതൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. ഇപ്പോൾ മാങ്ങയുടെ തൊലിയെല്ലാം നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങ കൈ കൊണ്ടൊന്ന് നിരടി പിഴിഞ്ഞെടുക്കണം. അപ്പം അതിൻ്റെ ജ്യൂസൊക്കെ അങ്ങനെ പുറത്തേക്ക് വരും. നിങ്ങൾ വലിയ മാങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കത്തി വെച്ചിട്ട് മുറിച്ചിട്ടാലും മതി. ഇത് ചെറിയ മാങ്ങ ആയതുകൊണ്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് അമർത്തി പിഴിഞ്ഞെടുത്താൽ മതി. ഇനി മാങ്ങയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത്. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് തൈരും തേങ്ങയൊക്കെ അരച്ച് ചേർക്കാനുള്ളതാണ്. അപ്പം വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മാങ്ങ സ്റ്റവിൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങാം. സ്റ്റവിൽ വെച്ച് കഴിഞ്ഞ് മാങ്ങ തിളച്ച് വരുമ്പോഴത്തേക്ക് ഒന്ന് മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇത് പച്ചടിക്ക് അരപ്പുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ചെറിയ ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് തേങ്ങാപ്പീര. ഇത് പുളിശ്ശേരിക്ക് ആവശ്യമുള്ള തൈരാണ്. ഇതൊന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കട്ടയില്ലാതെ നമുക്ക് മാറ്റി വെക്കാം. വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി, കട്ടയൊക്കെ പോകാനായിട്ട്. ഞാനിവിടെ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പുളിശ്ശേരിക്ക് കടുക് പൊട്ടിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. കടുക്, ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഈ അരപ്പുണ്ടാക്കാനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, തേങ്ങാപ്പിരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളത്തിന് പകരമായിട്ട് തൈര് ചേർത്താണ് ഇത് അരച്ചെടുക്കുന്നത്. ഇനി മിക്സി മൂടി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി മാറ്റി വെക്കാം. ഇപ്പോൾ വേവിക്കാൻ വെച്ച മാങ്ങ പാകത്തിന് വെന്തെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം തിക്കാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി തൈരൊക്കെ ചേർക്കാനുള്ളതാണ്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി പാൻ ഒന്ന് സ്റ്റവിൽ വെച്ച് 2-3 മിനിറ്റ് തിളപ്പിക്കണം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് കുറുകിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. തൈര് ചേർത്ത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തൈര് ചേർത്ത് കഴിഞ്ഞ് പിന്നെ കറി തിളക്കാൻ അനുവദിക്കരുത്. തിളക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം.
തൈരെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിളച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി പിരിഞ്ഞെല്ലാം പോകും. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി കടുക് വറുത്തിടാനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് മൂപ്പിക്കണം. ഇവ മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുത്തത് നമുക്ക് പുളിശ്ശേരിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തത് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നല്ല മണമെല്ലാം വരുന്നുണ്ട്. ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും മുളകിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഈ പുളിശ്ശേരി നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നമുക്ക് വിഷുവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.